ഹലോ, നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചേ ഇച്ചിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണിച്ചേക്കാമെന്ന്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ വില കൂടുന്നു, സാധനങ്ങൾ കൂടുന്നു, മേക്കപ്പ് ഒത്തിരി വാങ്ങിച്ചു കിട്ടുന്നു എന്നല്ലേ പരാതി. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് ഒന്നെങ്കിലും ഇവർക്ക് അറിയാമോ നമ്മൾ അറിയണ്ടേ? വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇന്ന് ഒരാളോടല്ല, രണ്ടുപേർ. ഇന്ന് എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. 2 വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് 2 ഇരിപ്പുണ്ട്. നമുക്ക് ചോദിക്കാം, ഇവർക്ക് എന്തെങ്കിലും ലേശം ഒരു കടുക്കമണിയോളം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേരറിയാവോന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കെടുക്കാൻ വന്നേക്കുന്ന അതിഥികളാണ് മിസ്റ്റർ ജസ്റ്റി ആൻഡ് മിസ്റ്റർ ലിജോ പെൻ. 2 പേർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പാവങ്ങൾ പെട്ടുപോയതാണ്. എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്താ കൊച്ചു വരുന്നു, വേണേ കൊച്ചിനും കൂടാൻ കേട്ടോ. 3 ആണുങ്ങളാണ് ഈ വീട്ടിലുള്ളത്. അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ മേക്കപ്പിന്റെ. ആദ്യം തന്നെ ഈ ഒരു സാധനം ഇതെന്താന്ന് ചോദിക്കും. പറ, ഇതിന്റെ പേരെന്നാ? മുഖത്തെ പൊടി തൂത്ത് കളയുന്നോ? ഞങ്ങൾ എന്നെ മുഖത്തെ പൊടിയും കൊണ്ട് നടക്കുന്നു. അയ്യോ, തൂത്തുകളല്ല, പൊടി ഇടാനുള്ള സാധനം, പൗഡർ ഇടാനുള്ള ബ്രഷ്. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. ഇതിന്റെ പേരെന്നാ ലിജോ? ജസ്റ്റിമോൻ? ക്യൂട്ട്. തുറന്നു കണ്ടാലേ ആള് പിടിക്കുള്ളൂ. ക്യാമറ ഫ്ലിപ്പ് ചെയ്യുന്ന എവിടെ ഞാൻ നോക്കട്ടെ. ഈ ഒരു സാധനത്തിന്റെ പേരാണ് ക്യൂടെക്സ്. ഒരാൾക്ക് ഇത് തുറന്ന് കാണിക്കണം. ഓക്കെ, ഞാൻ തുറന്ന് കാണിക്കാം. ഇതിന്റെ പേരാണ് ലിപ്സ്റ്റിക്. ക്ഷമിച്ചിരിക്കുന്നു. ഇത് ഏതിന്റെയാന്ന് പറയാൻ പറ്റുമോ? വേണ്ടല്ലേ. അടുത്തത് ഇത്. ഇതെന്നാ സാധനം? അതെ, കമ്പനിയുടെ പേരാ. മുഖത്ത് വെക്കുന്ന ലോഷനോ? അല്ല, ഫൗണ്ടേഷൻ. ഇന്നിത് പിന്നെ ഓർഡർ ചെയ്തു. ഓ, ജസ്റ്റിക്ക് വിവരമുണ്ട്. ഫൗണ്ടേഷൻ. ഇതിനൊക്കെ ബില്ല് ജസ്റ്റ് അടയ്ക്കുന്നോണ്ട് ജസ്റ്റിക്ക് അറിയാം. ഫീലിംഗ് പുച്ഛം. ഓക്കെ, ജസ്റ്റിക്ക് 2 മാർക്ക്, ലിജോ -0. ഇതെന്നാ? ക്യൂടെക്സ് വിട്ടൊരു കളിയില്ല. ഇത് റയർ ബ്യൂട്ടി. ഇതെന്നാ സാധനം? ചുണ്ടത്തേക്കുന്നോ? ലിബാമോ? തുറന്നു വേണേ കാണിക്കാം. ഇവനുണ്ട് ക്യൂടെക്സ് ഉണ്ട്. ഇത് ക്യൂടെക്സ് അല്ല. സത്യം പറയും, ക്യൂടെക്സ് എന്നൊരു വാക്കില്ല. നെയിൽ പോളിഷ്. ജസ്റ്റിൻ പറയും ക്യൂടെക്സ് അല്ലേ? ഇത് പറ എന്നാന്ന്. ഇതും ഇതൊരു ലിപ് ഗ്ലോ ആണ്. ഉണ്ട്. അടുത്തത് ഈ ഒരു സാധനം. കെച്ചപ്പോ? അതെ, പേര് ടച്ചപ്പ്. ഇതിനൊരു പേരുണ്ട്, പറ. ജസ്റ്റ് പറ. ജസ്റ്റിക്ക് ഇച്ചിരി ഐഡിയ കിട്ടി. ഞാൻ പറഞ്ഞ വാക്കല്ലായിരുന്നു ടച്ചപ്പ്. അതൊന്നും അല്ല. അല്ല, ബ്ലഷ്. ഓക്കെ, മുഖം ഇങ്ങനെ തുടുത്തിരിക്കുന്നത്. കഴിഞ്ഞു. ഈസി പീസി. ഇനി ഇപ്പൊ അടുത്തത് ഈ ഒരു സാധനം. ഓക്കെ, ഇനി ഇതെന്നാന്ന് പറ. മുമ്പ് പറഞ്ഞ ക്യൂടെക്സ് തന്നെ പറഞ്ഞു. ക്യൂടെക്സ് അല്ല.
മുമ്പത്തെ കൂട്ടം ചൂണ്ടത്തേക്കുന്നതായിരിക്കും. ഇതെന്താണ്? ചുണ്ടത്തേക്കുന്നല്ല. അത് തന്നെ നമ്മുടെ അടുത്ത് അതുപോലെ അത് കറുത്ത് കണ്ണത്തേക്കുന്നതായിരിക്കും. കൺപീലിയ ആ മിടുക്കൻ. എന്റെ പേര് പറ. അതായിരിക്കും കൺപീലിയുടെ ഇംഗ്ലീഷ്. നിന്റെ KG പഠിക്കുന്ന കുരിപ്പിന് നിന്റെ ഒക്കെ പേരറിയാം. അവക്കറിയാം, ഞാൻ ഉപയോഗിക്കാറില്ല. ഐലാഷ തേക്കുന്ന സാധനത്തിന്റെ പേരെന്നാ? ഓ, കൊച്ചിന് ഇച്ചിരി ബുദ്ധി വെച്ചു. ആ, ഐലാഷ തേക്കുന്നേ. ആ, ഒരു ജോയ്ക്ക് 5 പോയിന്റ്. അതെന്നാണ് ഒരു പേര്, മസ്കാര. ഇതെന്നാ? നെയിൽ പോളിഷ് ആയിരിക്കത്തില്ല, അറിയില്ല. കാരണം ജസ്റ്റ് പറയാം, ഞാൻ നെയിൽ പോളിഷ് ഇവിടെ വെക്കാറില്ലെന്ന്. ഇത് കണ്ടിട്ട് അതുപോലൊക്കെ, പക്ഷേ ഇത് അറിയില്ല. ഇതും ലിപ്സ്റ്റിക് ഫെൻഡ ബ്യൂട്ടിയുടെ. ഇനി അടുത്തത് ചോദിക്കട്ടെ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഓഡിയൻസിനെ കാണിക്കട്ടെ. ഇത് പറ. കട്ടിംഗ് ബോർഡ്. മുഖത്ത് വെക്കുന്നത്. എവിടെ തേക്കും? മുഖത്ത് മുഖത്ത് തേക്കുന്നോ? അല്ല, പിന്നെ എന്തോന്ന് കണ്ണാടിയാ മുഖത്ത് വെക്കുന്നല്ല, പിന്നെ എവിടെ വെക്കുന്ന? കയ്യ ഐഷാഡോ. ഐഷാഡോ മുഖമല്ലേ? എന്നാലും തോറ്റുപോയി. ആകെ നിങ്ങൾക്ക് ഒരു ക്യൂടെക്സും അറിയാം, ലിപ്സ്റ്റിക്കും അറിയാം. പൊതുവിജ്ഞാനം തീരെ കുറവ്. ഇതെന്നാ? പോടാ, തോന്നുന്നല്ല. ഇതെന്നാ? എന്നത്? ആ, പേരെന്നാ? ബ്ലഷ്. കോമ്പാക്ട് പൗഡർ. ഒന്നപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്. എന്താ ഇനി ഒന്നൂടെ? ലിപ്പ് ഐലൈനർ. ആ, പറ മോനെ. ആ, പറ. ലിപ് ലൈനർ. ലിപ് ലൈനർ കറക്റ്റ്. കൊച്ചു പറഞ്ഞുകൊണ്ട് ജസ്റ്റ് രക്ഷപ്പെട്ടു, ജസ്റ്റ് മിസ്. സോപ്പ്. അപ്പൊ ഇത്ര സാധനം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തോരം സാധനങ്ങൾ ഒരുങ്ങാൻ എടുക്കുന്നുണ്ടെന്ന്? ഒന്നിന്റെ പേരറിയത്തില്ല. ഇതിലല്ലേ ഒരുങ്ങാലോ.